റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഉക്രൈൻ അവകാശങ്ങളും യൂറോപ്യൻ സുരക്ഷാ ആശങ്കകളും പരിഗണിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഉക്രൈൻ അവകാശങ്ങളും യൂറോപ്യൻ സുരക്ഷാ ആശങ്കകളും പരിഗണിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെയും സഖ്യകക്ഷികളുടെയും നിലപാട് വ്യക്തവും ഏകീകൃതവുമാണ്. ഉക്രൈനിൽ ശാശ്വതമായ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും 19 യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മക്രോൺ പറഞ്ഞു. ഉക്രൈൻ വിഷയത്തിൽ യുഎസിന്റെ അപ്രതീക്ഷിത നയം മാറ്റം യൂറോപ്യൻ യൂണിയനിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. സൗദിയിൽ നടന്ന യുഎസ് റഷ്യ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാത്തതിന്റെ നിരാശയും യൂറോപ്യൻ നേതാക്കൾ പ്രകടിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ പ്രതികരണം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നേതാക്കളുടെ യോഗം മക്രോൺ വിളിച്ചു ചേർത്തത്. യുക്രൈനൊപ്പം എക്കാലവും നിലകൊള്ളുമെന്നും യൂറോപ്പിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമെന്നും മക്രോൺ വ്യക്തമാക്കി. ഒരു ശാശ്വത കരാർ ഉറപ്പാക്കാൻ ശക്തവും വിശ്വസനീയവുമായ സുരക്ഷാ ഉറപ്പുകൾ വേണം. യൂറോപ്യൻ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ടാകണം കരാറിലെ വ്യവസ്ഥകൾ. യൂറോപ്പിനും അംഗരാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രതിരോധ സുരക്ഷാ ചെലവുകളും ശേഷിയും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മക്രോൺ തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക് തിരിക്കും. റഷ്യ യൂറോപ്പിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നാണ് മക്രോണിന്റെ ആരോപണം. ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ആശയത്തോട് തുറന്ന സമീപനമാണ് മക്രോൺ സ്വീകരിച്ചത്. പക്ഷേ ഏറ്റവും പരിമിതമായ രീതിയിലും മുൻനിരയിൽ നിന്ന് അകലം പാലിച്ച് മാത്രമേ സേനാ വിന്യാസം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിനൊപ്പം ബ്രിട്ടനും സംഘർഷ മേഖലയ്ക്ക് പുറത്ത് വിദഗ്ധരെയോ സൈനികരെയോ വിന്യസിക്കുന്നത് പരിഗണിക്കുന്നുണ്ട്. ഫ്രാൻസിന് ചില ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കുമെന്ന് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞു. റഷ്യ നമ്മെ ശത്രുക്കളാക്കാൻ തീരുമാനിച്ചു. ഭീഷണിയുടെ വ്യാപ്തി മനസ്സിലാക്കി സ്വയം രക്ഷിക്കണമെന്നും ബാരറ്റ് കൂട്ടിച്ചേർത്തു. സമ്മർദ്ദം തുടരുന്നതിനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഉക്രൈനുള്ള പിന്തുണ ഉറപ്പിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഉക്രൈന്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവെന്ന നിലയിൽ സെലൻസ്കിക്ക് നൽകുന്ന പിന്തുണ തുടരുമെന്നും സ്റ്റാമർ വ്യക്തമാക്കി.